ഹായ് ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു ജഹാന ജബ്ബാർ ഫറഷ വ്ലോഗ്സ്. സോ ഗായ്സ്, ഇന്നത്തെ വ്ലോഗ് എന്താണെന്ന് വെച്ചാൽ ഉമ്മീൻ്റെ ബ്രദറിൻ്റെ മോൻ്റെ കൊച്ചിൻ്റെ നാൽപ്പുളിക്ക് പോണതാണ്. അപ്പോൾ ഉമ്മീൻ്റെ ബ്രദറിൻ്റെ വീട് ആലപ്പുഴയാണ്. എൻ്റെ ആലപ്പുഴ വ്ലോഗൊക്കെ കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടോ? ആ പോയി നിന്ന് വീട്ടിൽ ഇക്കാക്കൻ്റെ കൊച്ചിൻ്റെ പരിപാടിയാണ്. അപ്പോൾ ഇക്കാക്ക ഇട്ടിരിക്കുന്നത് ആദ്യമല്ലേ അപ്പോൾ ഇക്കാക്ക് കിട്ടിയിരിക്കുന്നത് മാറമ്പള്ളി എന്നാണ്. ഇവിടെ എറണാകുളത്ത് മാറമ്പള്ളി എന്നാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ വെച്ചാണ് പരിപാടി. സോ ഗൈസ്, ഞങ്ങൾ അപ്പോൾ അവിടെ പോകുന്നതാണ്. അവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാം. മുടി ഒന്നും സെറ്റായിരിക്കണില്ല ഗൈസ്. മുടി ഇപ്പോൾ വെട്ടിയുള്ളത് കൊണ്ട് സെറ്റായിട്ടിരിക്കണില്ല. ഓക്കെ ഗൈസ്, ബൈ. ബാക്കി വ്ലോഗ് കാണാം. സോ വീട്ടിൽ നിന്ന് ഞാനും ഉമ്മയും ബാബിയും മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞങ്ങൾ വിളിക്കാൻ വേണ്ടി ഉമ്മീൻ്റെ ബ്രദർ വന്ന്. ഗൈസ്, ഈ വീഡിയോ കംപ്ലീറ്റ്ലി ഒരു നോർമൽ നമ്മുടെ എറണാകുളം ആലപ്പുഴ സൈഡിലൊക്കെ നോർമൽ ഒരു മുസ്ലിം ഫാമിലിയിൽ എങ്ങനെയാണ് നാൽപ്പുള്ളി നടക്കാമെന്നാണ് കാണുന്നത്. ഒരു പ്രത്യേക ഒരു അതായത് ഇങ്ങനെ ഭയങ്കര സ്പെഷ്യൽ കണ്ടൻറ്റ് ഒന്നുമല്ല. ബട്ട് നമ്മളിതൊക്കെ ഇങ്ങനെ ക്യാപ്ചർ ചെയ്ത് വെക്കുകയാണെങ്കിൽ കുറച്ച് നാൾ കഴിഞ്ഞ് വീഡിയോസൊക്കെ കാണുമ്പോൾ അല്ലോ ക്യൂട്ട് കുറച്ച് നാൾ കഴിഞ്ഞ് വീഡിയോസൊക്കെ കാണുമ്പോൾ ഒരു ഓർമ്മയാണ്. ഞാനിങ്ങനെ പണ്ടത്തെ ഇങ്ങനെ വ്ലോഗ്സൊക്കെ എടുത്ത് കാണുമ്പോൾ നമ്മുടെ ഫോണിലിരുന്നാൽ പോലും എത്ര സേവ് ഇട്ട് വെച്ചാലും കുറച്ച് നാൾ കഴിയുമ്പോൾ എങ്ങനെയൊക്കെ മിസ്സായാലോ. പക്ഷെ വ്ലോഗ് എന്നൊക്കെ പറയുമ്പോൾ ഒരിക്കലും മിസ്സാവില്ല. അപ്പോൾ ഇതൊക്കെയാണ് നോർമൽ ഞങ്ങളുടെ ഫാമിലിയിൽ നടക്കുന്നത്. ഇത് ഇത്താത്തൻ്റെ സൈഡ് നമ്മുടെ എറണാകുളം സൈഡാണ്, ഇക്കാക്കൻ്റെ സൈഡ് ആലപ്പുഴ സൈഡ്. അപ്പോൾ രണ്ടും കൂടി മിക്സ് ആയിട്ടുള്ള ചടങ്ങ്. അപ്പോൾ ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ വാവേനെ ഉടുപ്പിടിപ്പിക്കുകയാണ്. അവൻ്റെ ഉടുപ്പ് നല്ല ക്യൂട്ട് ഉടുപ്പായിരുന്നു. മാഷാല്ലാ. ഒരു ഹാഫ് ബ്ലൗസും ഒരു കേരള തീമിലായിട്ട് അവർ ചെയ്തത്. ബാബി വന്നിട്ട് നേഹ എന്നാണ് ബാബീൻ്റെ പേര്. ഞങ്ങൾക്ക് സന എന്നാണ് വിളിക്കുന്നത്. ബാബി വന്നിട്ട് സെറ്റ് സാരി ഉടുത്തത്. വാവ വന്നിട്ട് ഒരു ക്യൂട്ട് സെറ്റ് മുണ്ടിൻ്റെ പാവാടയും ഒരു ക്യൂട്ട് ബ്ലൗസും. എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ചെക്കൻ്റെ വീട്ടിൽ നിന്ന് വരുമ്പോൾ ഡ്രസ്സ്, വാവക്കുള്ള ഡ്രസ്സ്, നമ്മളെ ബാബിക്കുള്ള ഡ്രസ്സ്, വീട്ടുകാർക്കുള്ള ഡ്രസ്സ്, അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഇവിടെ പൊതുവെ നടക്കുന്നത്. കോഴിക്കോട് സൈഡ് മലപ്പുറം സൈഡിലൊക്കെ അങ്ങനെയാണെന്ന് അറിയില്ല. അങ്ങനെ ഗിഫ്റ്റായിട്ട് കൊണ്ടുവരും, ഡ്രസ്സ് ഇടിയിപ്പിക്കും, എന്നിട്ട് പരിപാടി തുടങ്ങും. ഇങ്ങനെ വാവേനെ നടുക്കി കെടുത്തും. പിന്നെ ഇങ്ങനെ ഓരോരുത്തർ വരും, എന്നിട്ട് ഗോൾഡ് ഇടും, ഡ്രസ്സ് കൊടുക്കും. അങ്ങനെയാണ് പൊതുവെ നടക്കുന്നത്. അപ്പം ആദ്യം ഇങ്ങനെ ചെക്കൻ്റെ സൈഡിൽ ചെക്കൻ്റെ ഉമ്മ വന്നാണ് കെട്ടൽ പൊതുവെ നടക്കൽ. എനിക്ക് അറിയില്ല ഇതിനെ പറ്റൊന്നും കൂടുതൽ. ഞാൻ കാണലെങ്ങനെയാണ് മാല കെട്ടും, പൾസര കെട്ടും, അങ്ങനെ. അപ്പം ഗൈസ്, പിന്നെ വേറൊരു കാര്യം പറയാനായിട്ടുള്ളത്, താങ്ക് യു സോ മച്ച് ഫോർ സപ്പോർട്ടിങ് മീ. എൻ്റെ ഈ കുഞ്ഞ് ചാനലിൽ പെട്ടെന്നാണ് ഇങ്ങനെ ഒരു ഗ്രോത്ത് ഉണ്ടായത്. ഞാൻ നോമ്പിൻ്റെ സമയത്താണ് വ്ളോഗ് ഇടാൻ തുടങ്ങിയത്. അപ്പോൾ എനിക്ക് ജസ്റ്റ് 200 അത്രയും പോലും സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായില്ല. പിന്നെ പെട്ടെന്നാണ് എനിക്കിപ്പോൾ 900 സംതിങ് ആയത്. ഇടയിൽ ഞാനൊരു ബ്രേക്ക് എടുത്ത്, നോമ്പ് കഴിഞ്ഞപ്പോൾ ഒരു ബ്രേക്ക് എടുത്ത്, അതെന്താണെന്ന് വെച്ചാൽ ഇന്റേൺഷിപ്പ് സ്റ്റാർട്ട് ചെയ്ത്. അപ്പോൾ എനിക്ക് ഇതിനേക്കാളും വലുത് എൻ്റെ സ്റ്റഡീസാണ്. അപ്പോൾ ഇതും കൂടി എനിക്ക് ഒരുമിച്ച് എന്തായാലും നോക്കാൻ പറ്റൂല. ആദ്യം ഞാൻ കുറച്ച് നാളെ ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഇപ്പോൾ +1 സ്റ്റാർട്ട് ചെയ്തപ്പോൾ തുടങ്ങിയത്. പിന്നെ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ സ്റ്റഡീസൊക്കെ നോക്കി ചാനൽ അങ്ങനെ നോക്കാൻ പറ്റിയിട്ടുണ്ടായില്ല. അവസാനം ഇടയിൽ ഇങ്ങനെ ബ്രേക്കൊക്കെ വരുമ്പോഴാണ് ചാനൽ വീഡിയോസ് ഇട്ട് തുടങ്ങിയത്. അപ്പോൾ ഇട്ട് തുടങ്ങിയപ്പോൾ എൻ്റെ ചാനൽ റീച്ച് ആയപ്പോൾ എനിക്കും ഭയങ്കര സന്തോഷമായി ഗൈസ്. അപ്പോൾ എനിക്ക് വീണ്ടും വീഡിയോ ഇടാനുള്ളൊരു മോട്ടിവേഷനായി. അപ്പോൾ ഇപ്പം ഞാൻ ബ്രേക്ക് എടുത്തേക്കുന്ന ഇന്റേൺഷിപ്പാണ്. ഇടയ്ക്ക് ഫ്രീ കിട്ടുന്ന സമയത്താണ് ഞാൻ ഓടിച്ചാടി വീഡിയോസൊക്കെ എടുത്ത് എഡിറ്റാക്കി എല്ലാം ഞാൻ എടുത്തു വയ്ക്കും ഗൈസ്. വ്ളോഗിന് അല്ലെങ്കിൽ പോലും ചുമ്മാ വീഡിയോസ് എല്ലാം ഞാൻ ക്യാപ്ചർ ആക്കണ ഒരു ടൈപ്പ് ഓഫ് കാറ്റഗറി പെട്ട ആളാണ് ഞാൻ. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ സപ്പോർട്ടിങ്. അത് കഴിഞ്ഞ് പിന്നെ ഇങ്ങനെ ഓരോരുത്തരായിട്ട് വന്ന് സ്വർണ്ണം ഇടാൻ തുടങ്ങിയപ്പോഴേക്കും എല്ലായിടത്തും കണ്ട പോലെ ഇതും ഒരു ചടങ്ങാണ്. വാവക്ക് അരയാൻ തുടങ്ങി. പിന്നെ ചൂടല്ലേ ഗൈസ്. അപ്പം തന്നെ താത്ത ഫീഡ് ചെയ്യാൻ വേണ്ടി വാവേനെ കൊണ്ടുപോയി. അപ്പം തന്നെ എല്ലാവരും വന്ന് ഫുഡൊക്കെ കഴിക്കാനിരുന്ന്. അത് കഴിഞ്ഞിട്ടാണ് ചടങ്ങ് കണ്ടിന്യൂ ചെയ്ത്. പക്ഷെ ഇത് ക്യാപ്ചർ ചെയ്യാൻ പറ്റില്ല. അപ്പം തന്നെ ഞാൻ വീട്ടിൽ പോയി. അവിടുത്തെ ഫുഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. കാരണം നമ്മുടെ സൈഡിൽ നിന്ന് ഓരോ സൈഡിൽ ചെല്ലുമ്പോൾ ഓരോരോ ഫുഡാണല്ലോ. ഇപ്പം ഞാൻ പണ്ടത്തെ പോലെയല്ല, എല്ലായിടത്തും പോയി ഫുഡൊക്കെ ടേസ്റ്റ് ചെയ്യും. പണ്ട് നമ്മൾ കഴിക്കാൻ വീട്ടിൽ പോയി അങ്ങനെയല്ല. ഇപ്പം മലപ്പുറം അങ്ങനെ ഓരോ സൈഡിൽ ചെന്നുകൊണ്ട് ടേസ്റ്റ് പെട്ടെന്ന് കിട്ടും. അതായത് വേറെ സ്ഥലത്തായതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് കിട്ടുമല്ലോ. അപ്പം ഞങ്ങളുടെ ഇവിടുത്തെ ബിരിയാണി പോലത്തെ ബിരിയാണി അല്ലായിരുന്നു. അവിടെ മിക്സഡ് ബിരിയാണി ആയിരുന്നു. കുറച്ച് ചോറും ചിക്കനും പൊരിച്ചതും സലാഡും അച്ചാറും മെയിൻ. എനിക്കിപ്പോൾ തന്നെ കൊതിയാവാണ്. പിന്നെ കഴിച്ച് തിന്നു ഗൈസ്. അപ്പം എൻ്റെ വ്ളോഗ് ഇത്രേ ഉള്ളൂ. എൻ്റെ ഈ കുട്ടി ചാനലും കുട്ടി വീഡിയോയും ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ.